ലോകം അത്ഭുതപ്പെട്ട ഒരു കാഴ്ചയാണ് ഓഗസ്റ്റ് 25 ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ വഴി അത് നിരീക്ഷിക്കുന്ന ആളുകൾ കണ്ടെത്തിയത്. അമേരിക്കയിലെ വാഷിങ്ടൺ ജോയിൻറ്റ് എയർബേസായ ആൻഡ്രൂസിൽ നിന്ന് ലിത്വേയിലെ റിഗ വഴി ഒരു വിമാനം മോസ്കോയിലെ സുക്കോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറക്കുന്നു. വിമാനത്തിൻ്റെ സീരിയൽ നമ്പർ 077181, കോൾ സൈൻ RCH 4555. ഈ വിമാനം ഒരു സൈനിക വിമാനമാണ്. സൈനിക വിമാനം എന്ന് പറഞ്ഞാൽ ബോയിങ് C-17A ഗ്ലോബ് മാസ്റ്റർ 3 കാറ്റഗറിപ്പെടുന്ന ഒരു കൂറ്റൻ വിമാനം, കൂറ്റൻ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വിമാനം അങ്ങനെ പറന്നു പോവുകയാണ് റഷ്യയിലെ മോസ്കോയിൽ വന്നിറങ്ങുന്നു. ഈ വിമാനം എന്ന് പറഞ്ഞാൽ യാത്രാ വിമാനം ആണോ എന്ന് വെച്ചാൽ യാത്രക്കാർക്കും പോകാം. പക്ഷേ ആ വിമാനത്തിൻ്റെ പ്രത്യേകത സൈനിക ഉപകരണങ്ങൾ, വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, വലിയ ട്രക്കുകൾ, കാറുകൾ, ആയുധങ്ങൾ, വേണമെങ്കിൽ ടാങ്കുകളൊക്കെ കയറ്റിക്കൊണ്ടു പോകാം. അത്തരം ഒരു വിമാനം അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്ക് പറക്കുന്നു. റഷ്യയും അമേരിക്കയുമായിട്ട് നല്ല ബന്ധമല്ല. റഷ്യയുടെ പേരിൽ ആണ് ഇന്ത്യക്കെതിരെ പോലും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത്. റഷ്യയുടെ വാർ മെഷീന് പണം കൊടുക്കുന്നത് ഇന്ത്യയാണ്, അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാവർക്കും ഉപരോധമൊക്കെ അമേരിക്ക ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ യുദ്ധവിമാനം പറന്ന് നേരെ മോസ്കോയിൽ ചെന്നിറങ്ങുന്നു. ഇതൊരു വല്ലാത്ത അത്ഭുതത്തോടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോസ്കോ നഗരത്തിലൂടെ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റുകളുള്ള കാറുകൾ വലിയ സൈനിക അകമ്പടിയോടെ പോകുന്നു. ആ വിമാനത്താവളത്തിൽ നിന്ന് സുക്കോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ആരെയോ കൂട്ടിക്കൊണ്ട് ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ പട്ടാളത്തിൻ്റെ അകമ്പടിയോടെ പോകുന്നു. ഇതിൻ്റെ ചിത്രങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നു. ലോകം അത്ഭുതപ്പെട്ടു. പരസ്പരം ശത്രുതയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ. അവിടെ നിന്നൊരു വിമാനം പറന്ന് മറ്റേ രാജ്യത്തിറങ്ങുന്നു. അവിടെ നിന്ന് ആരോ ഇറങ്ങി ആ വിമാനത്തിൽ നിന്ന് വലിയ സുരക്ഷയിൽ സഞ്ചരിക്കുന്നു. ആരാണെന്നുള്ളതിൻ്റെ ഉത്തരം വന്നു. അത് CIA അമേരിക്കൻ ചാര സംഘടനയായ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലവൻ ജോൺ റാറ്റ്ക്ലിഫാണ്. അമേരിക്കൻ ചാരസംഘടന CIA തലവന് റഷ്യയിൽ എന്താണ് കാര്യം? ഉത്തരം ഔദ്യോഗികമായി അമേരിക്കയും റഷ്യയും പറഞ്ഞില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. റഷ്യയുടെ ചാരസംഘടനയുടെ പേര് SVR എന്നാണ്. നമ്മൾ പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ KGB ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് SVR എന്നാണ്. അതിൻ്റെ പേര് സ്ലുഷ്ബ വ്രേഷ്നെ റെസ്വെസ്ഗി എന്നാണ് ഈ SVRൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ അതിൻ്റെ തലവനായ സെർജി നരിഷ്കിനെ കാണാൻ CIA തലവൻ വന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് പ്രമുഖ ആണവ രാജ്യങ്ങൾ, ലോകത്തിലെ വൻ ശക്തികൾ, പരസ്പരം ശത്രുക്കളാണ്. അവരുടെ ചാരസംഘടനയുടെ തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഇതെന്തൊരു അത്ഭുതം! കാരണം പരസ്പരം കൊല്ലാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പദ്ധതിയിട്ട് നടക്കുന്ന രാജ്യമെന്നാണ് റഷ്യയും അമേരിക്കയും കുറിച്ച് പറയുന്നത്. മാത്രമല്ല അമേരിക്കയുടെ ആക്രമണം എന്തെങ്കിലും തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ ഞങ്ങളെല്ലാവരും നശിച്ചു പോയാലും അമേരിക്കയെ തകർക്കണം എന്ന് വെച്ച് പെരിമീറ്റർ എന്ന് പറയുന്ന ഓട്ടോമേറ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ആണവ സംവിധാനം വരെ ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ് റഷ്യ. അവിടെ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ശത്രുതയിൽ ഇവർ നിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്, കൗതുകം ഉളവാക്കുന്നതാണ്. ഇതിനു മുമ്പ് CIA തലവൻ ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2021 നവംബറിൽ അന്നത്തെ CIA ഡയറക്ടറായിരുന്ന വില്യം ബേൺസ് ഇതുപോലെ പോയിരുന്നു. ആ സമയം നോക്കണം, 2021 നവംബർ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ്. ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് SVRൻ്റെ തലവനെ കാണാൻ ഇതുപോലെ CIA തലവൻ വന്നിരുന്നു. എന്തിനു വന്നു എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും ഉന്നതതല സന്ദർശനം ഇങ്ങനെ നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഈ ബാക്ക് ചാനൽ ഡിപ്ലോമസിയുടെ ഭാഗമാണ്. ശത്രു രാജ്യങ്ങളാണെങ്കിൽ പോലും അവർ തമ്മിൽ ചില തരത്തിലുള്ള ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു പിൻവാതിൽ ചർച്ചകളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CIA തലവൻ മോസ്കോയിൽ വന്നു. 8.5 മണിക്കൂർ മോസ്കോയിൽ ചെലവഴിച്ചിട്ട് തിരിച്ചുപോയി. അപ്പോൾ എന്തിനാണ് ഈ വലിയ വാഹനങ്ങൾ വരെ കയറ്റാൻ പറ്റുന്ന ഈ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ വന്നത്? അപ്പോൾ അതിന് ചിലരൊക്കെ പറയുന്ന മറുപടി, CIA തലവന് അവിടെ സഞ്ചരിക്കാൻ ഉള്ള കാറുകളും അകമ്പടി വാഹനവും ഒക്കെ ഈ വിമാനത്തിൽ കയറ്റി അമേരിക്ക കൊണ്ടുപോയിരുന്നു. ഇനി റഷ്യയുടെ വാഹനത്തിലൊന്നും പോകണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നു. അതോ ഇനി എന്തെങ്കിലുമൊക്കെ സാധനം റഷ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അറിയില്ല.
ഏതായാലും റഷ്യയുടെ പ്രതികരണം എന്താണ്? ക്രെംലിൻ്റെ വക്താവ് പറയുന്നത്, ദിമിത്രി പെസ്കോവ് പറയുന്നത്, ഇല്ല, അറിയില്ല, ഇങ്ങനെ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ എന്നാണ്. ക്രെംലിൻ ഉദ്യോഗസ്ഥർ അമേരിക്കയിലെ ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ദിമിത്രി പെസ്കോവ് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ സംഗതി ദുരൂഹമാണ്. എന്താണ് ദുരൂഹത? അറിയില്ല, അത് നമുക്ക് ലോകത്തിന് ഇപ്പോൾ അറിയില്ല. പക്ഷേ ഇങ്ങനൊരു സന്ദർശനം നടന്നു എന്നത് ഉറപ്പാണ്. അമേരിക്കയുടെ യുദ്ധവിമാനം മോസ്കോയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പോയത് ജോൺ റാറ്റ്ക്ലിഫാണ്. അയാൾ CIA തലവനാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. പക്ഷേ എന്തിന് എന്നതിൻ്റെ ഉത്തരം കിട്ടാൻ ഇനി ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെടുന്നു, റഷ്യയ്ക്ക് പുട്ടിന് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ആവുന്നതാണ് താല്പര്യം, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അതെല്ലാം കടന്നിട്ട് ട്രംപ് പണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് റഷ്യയിൽ പോയിരുന്നുവെന്നും റഷ്യയിൽ പോയ ട്രംപിനെ KGB വിലക്കെടുത്തിരുന്നുവെന്നും KGBയുടെ ചാരനായിട്ട് അമേരിക്കയിൽ പ്രവർത്തിച്ച ആളാണ് ട്രംപ് എന്നും ഒക്കെയുള്ള കഥകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ കോൺസ്പിറസി തിയറി പോലെ ഇപ്പോഴും പ്രചാരത്തിലുള്ള, നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ കാര്യങ്ങൾ അറിയാം. അങ്ങനെയുള്ള സമയത്ത് ഓർക്കണം, പുടിൻ KGBയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ട്രംപിനെ KGBയിൽ എടുത്തത് എന്ന തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ. ഏതായാലും ട്രംപും പുടിനും നമ്മുടെയൊക്കെ കാഴ്ചയിൽ വലിയ ശത്രുക്കളാണ്, പരസ്പരം കൊല്ലാൻ നടക്കുന്നവരാണ്. പക്ഷേ ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ടോ? അലാസ്കയിൽ ഇവരുടെ ഉച്ചകോടി നടന്നല്ലോ. അലാസ്ക പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്നു. സാർ ചക്രവർത്തിയുടെ കാലത്ത് അമേരിക്കയ്ക്ക് കൊടുത്ത സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ട്രംപും പുടിനും തമ്മിലുള്ള ഉച്ചകോടി നടന്നത്. കാര്യമായ തീരുമാനങ്ങളൊന്നും എടുക്കാതെ പിരിഞ്ഞു എന്നാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കൻ പ്രസിഡന്റിന് പുടിനോട് എന്തോ പറയാനുണ്ട്. ഇപ്പോൾ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നന്ദിയോട് കാര്യങ്ങൾ പറയണം എന്നൊരു വിശ്വാസമുണ്ടല്ലോ. അതുപോലെ ട്രംപിനും പുടിനും തമ്മിലുള്ള ആശയവിനിമയത്തിന് മുമ്പായി രണ്ടു രാജ്യത്തിൻ്റെയും ചാരസംഘടനയുടെ തലവന്മാർ തമ്മിൽ കാണുന്നു. അതും അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ ചാരസംഘടനയുടെ തലവൻ പറന്നു ചെന്ന് മോസ്കോയിൽ ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞിട്ട് 8.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഇതൊരു വല്ലാത്ത കൗതുകമുള്ള വാർത്ത തന്നെയാണ്. പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വാർത്തയാണ്. ലോകം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും. ഇതിൻ്റെ പരിണിത ഫലം എന്താണ്, റിസൾട്ട് എന്താണ്, വ്യാഖ്യാനങ്ങൾ എന്താണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും തിരുവോണത്തിൻ്റെ അന്ന് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇന്ത്യ ലൈവിൻ്റെ സ്റ്റുഡിയോ പ്രവർത്തിപ്പിച്ച് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾക്കും നിങ്ങളുടെ ആശംസകൾ വേണം, സഹായം വേണം, സപ്പോർട്ട് വേണം. നിങ്ങൾ ഓണസദ്യ ഉണ്ണുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മൊബൈലെടുത്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വീട്ടിലുള്ള മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് നമ്മുടെ ചാനലാണ്, അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളതൊന്ന് ചെയ്യണം എന്ന് പറയുക കൂടി വേണം. കാരണം നിങ്ങൾ ഓണം ഉണ്ണുമ്പോൾ ഞങ്ങൾ ഈ സ്റ്റുഡിയോയിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ലോക വിവരങ്ങൾ കൈമാറുകയാണ്. ഞങ്ങളെ സഹായിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടീം ഇന്ത്യ ലൈവിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.